വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ സീനിയറാണ് ഗൈസ്. ഇപ്പോൾ തേർഡ് ഇയർ ആണല്ലോ. ഐ മീൻ കോളേജിൽ പോയില്ലെങ്കിലും തേർഡ് ഇയർ ആണല്ലോ, സീനിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ നടത്തുന്ന ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ സീനിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പ്രോഗ്രാമിന് പോവാന്ന്. മമ്മിയൊക്കെ പറയും എന്ത് ആ പ്രോഗ്രാമിന് എക്സാമിന് മാത്രമേ ഇവിടെ പോവുള്ളൂ നോക്കി. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഗൈസ്, ഞാൻ ഡെയിലി പോവില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇപ്പോൾ പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഉണ്ടോ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിലെ ഹെയർസ് ഒന്നും പാടില്ല. അപ്പോൾ അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കളയണം. അത് കഴിഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് വേഗം പോകണം. കാരണം സമയമില്ല. കാരണം രാവിലെ ജിമ്മിനൊക്കെ പോയിട്ടാണ് ഞാൻ പോണത്. അച്ചു എന്നെ പിക്ക് ചെയ്യാൻ വരും കേട്ടോ. അപ്പോൾ അവൻ 10:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേനും വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേഗം എല്ലാം തീർത്തിട്ട് റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ്. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഹെയർ കെയർ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മുന്നേ എന്ന് പറയുമ്പോൾ എൻ്റെ ഉണ്ടോ ഈ ഒരു ലൈൻസ് എന്ന് വെച്ചാൽ നമ്മൾ മിഡിൽ പാർട്ടീഷനും അല്ലെങ്കിൽ സാധാ എല്ലാവരും ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ പാർട്ടീഷൻ എടുക്കും. ഓരോ ആൾക്കാർക്ക് ഓരോ പാർട്ടീഷൻ ഉണ്ടാവും. പാർട്ടീഷൻ എടുക്കുമ്പോൾ എൻ്റെ ഭയങ്കരമായിട്ട് നമുക്ക് മണ്ടയില്ലേ, നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് കാണുന്ന പോലെ ആയിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് മുന്നത്തെ ഉള്ളൊരു ഹെയർ എന്ന് പറഞ്ഞത്. കാരണം അതെന്താന്ന് വെച്ചാൽ ഈ ഹെയർ ഓവറായിട്ട് കൊഴിയുന്നത് കാരണം എന്ന് വെച്ചാൽ മുടി ഓവറായിട്ട് കൊഴിയണത് കാരണമാണ് നമ്മളുടെ മറ്റേ ആ ഒരു പാർട്ടീഷൻ എടുക്കുമ്പോൾ സ്കാൽപ്പ് നല്ല രീതിയിൽ കാണുന്ന പോലെയാണത്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റോസ്മേരിനെ പറ്റിയായിട്ട്. റോസ്മേരി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് അത്രയും അടിപൊളി ഒരു സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ഈ DIYs ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയാണില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, എന്നെ പോലെ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് റോസ്മേരിയുടെ എല്ലാവിധ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. എന്ന ഒരു സിമ്പിൾ സ്റ്റെപ്പിൽ എല്ലാം തീർക്കാനും പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാമഅർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സിറം. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത്. ഇതെന്ന് പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചർ ആണ് ഗൈസ്. കാരണം ഇതിൽ ഗുഡ്നെസ് ഓഫ് റോസ്മേരി ഉള്ളത് കാരണം തന്നെ നമ്മളുടെ ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യാനും നമ്മൾക്ക് റീഗ്രോത്ത് ഓഫ് ഹെയർ ഒക്കെ വരാനും നല്ല അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സംഭവം. ഒരു റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സിറത്തിൽ 95% റോസ്മേരി, അനഗിൻ ആൻഡ് മെന്തിദാനയുടെ ഗുഡ്നെസ് ഉള്ളത് കാരണം തന്നെ നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ റീഗ്രോത്ത് ചെയ്യാനും പിന്നെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. വിത്തിൻ 14 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണെങ്കിൽ കിട്ടും കേട്ടോ. റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്ര വീക്സിനുള്ളിൽ നമുക്ക് ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മിനോക്സിഡിലിനെക്കാട്ടിലും നമ്മളുടെ റോസ്മേരി ഈ ഹെയർ ട്രീറ്റ്മെന്റ്സിനൊക്കെ അടിപൊളിയാണെന്ന് ഡോക്ടേഴ്സ് വരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട്. സ്കാൽപ്പ് സിറം എങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മളുടെ ഹെയർ അഴിച്ചിടണം. ഇതിപ്പോൾ ഞാൻ കെട്ടി വെച്ചിരിക്കുവാണ്. നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സിറം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഭയങ്കര ലൈറ്റായിട്ട് ഭയങ്കര ഒരു അടിപൊളി ടെക്സ്ചറാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാർട്ടീഷനെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗുഡ് മസാജ് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടറിയാം ഇതേപോലെ എനിക്ക് ഹെയർ ലൈൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ ഒരു ബിഫോർ ആഫ്റ്റർ പിക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ഡിഫറൻസ്. എൻ്റെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ ഞാൻ നമ്മളുടെ സെറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് മാമഅർത്തിൽ റോസ്മേരി ഒരു റേഞ്ച് തന്നെ, റോസ്മേരി വെച്ചിട്ട് ഒരു റേഞ്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ പ്രൊഡക്ട്സ്. നമ്മളുടെ മാമഅർത്ത് റോസ്മേരി സ്കാൽപ്പ് സിറം മാത്രമല്ല ഇവരുടെ തന്നെ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വരുന്നുണ്ട്. ആൻഡ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് ആഫ്റ്റർ റിസൾട്ട് നമുക്ക് കാണാം. ഇതാണ് റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ആദ്യം നമ്മൾ ഷാംപൂ എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലാവരും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടീഷണറാണ്. അത് എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. സത്യം പറയാലോ ഗൈസ്, കണ്ടില്ലേ മുടിയുടെ ഒരു ഷൈനിങ്ങും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും റോസ്മേരി അത്രയും നല്ലതാണ് നിങ്ങളുടെ ഹെയറിന് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പണി പെടേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഒന്ന് കയ്യിൽ പോലും ആക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഒന്ന് ആ ബോട്ടിൽ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ മതി. ഭയങ്കര
സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു ഗെയിം ചേഞ്ചർ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. മാമാത്തിന്റെ റോസ്മേരി റേഞ്ചിൽ വരുന്ന എല്ലാ പ്രൊഡക്ട്സും. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. പിന്നെ മാമാത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് പേർപ്പിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഓഫ്ലൈൻ ആയിട്ട് നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങളൊക്കെ നിയർ ബൈ സ്റ്റോഴ്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കാണുവാണെങ്കിൽ ജസ്റ്റ് ഡു കമന്റ് ബിലോ ഗൈസ്. അപ്പൊ ഇത് കൂപ്പൺ കോഡായ ഉണ്ണി 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. മാമത്ത് നമ്മളുടെ ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ മേടിക്കുമ്പോൾ റിവ്യൂ ഇടുവാണെങ്കിൽ അതൊക്കെ അവർ ലിസൺ ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കാരണം നമ്മളുടെ റിവ്യൂ അനുസരിച്ചിട്ട് അവരുടെ ഓനിയൻ ഷാമ്പു അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഓരോ റിവ്യൂസും അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ട്സ് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ആ പ്രൊഡക്റ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റെഡി ആവല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ലുക്കൊക്കെ കേട്ടോ. അപ്പോൾ അച്ചു എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഓക്കെ ഗൈസ്, നമ്മളുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. 2-3 പരിപാടികളും കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് വിശക്കുന്നു. അപ്പം നമ്മളെ ഇറങ്ങി. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? തിമിർത്തു. എങ്ങനെ ഉണ്ടായിരുന്നു? ജാട കാണാനാണ് വയ്യത്ത്. ഏതടാ കോസ്റ്റ്യൂം? എവിടെന്നാ വാടകയ്ക്ക് എടുത്ത്? അടിയിലൊന്നിട്ടില്ല. ഓക്കെ ഗൈസ്, അച്ഛനെ കാണി. അതോ തലയിൽ കിട്ടാൻ അരയിൽ കിട്ടി. ഇത് ഇത്രയും നേരം തലയിലായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട് പ്രോഗ്രാം? എങ്ങനെയുണ്ട്? സൂപ്പർ. എപ്പോഴെങ്കിലും ഭയ തുറന്നല്ലോ. ഓക്കെ ഗൈസ്, പിന്നെന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ബൈ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയിക്കൊണ്ടിരിക്കുക? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെയാണ് അച്ചു പോണേ? നമ്മുടെ ലെഗസിയിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ഷാഹിനയ്ക്ക് സദ്യ വേണത്ര. അവൾക്ക് സദ്യ വേണേനും അവള് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ഉണ്ടാവും വേണത്ര. അവിയല്, പിന്നെ എന്തൊക്കെയാ ചട്ടിച്ചോറ് മേടിക്കും. ചട്ടിച്ചോറില് ഞാൻ പറയണൊന്നും ഉണ്ടാവും. ഞാൻ പറയണൊന്നും ചട്ടിച്ചോറിൽ ഉണ്ടാവില്ല. എടി പൊട്ടി, ചട്ടിച്ചോറില് മറ്റേ ഇതൊക്കെ ഉണ്ടാവും, ചിക്കനൊക്കെ ഉണ്ടാവും. എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് നാടൻ സദ്യ. ഞാടനോ? നാടൻ സദ്യ. അവൾക്ക് ഞാടൻ സദ്യ എത്ര വേണ്ടത്? സാമ്പാറ്, പപ്പടം, പൊട്ടി അതൊക്കെ ചട്ടിച്ചോറിൽ കിട്ടും. സാമ്പാർ കിട്ടില്ല. സാമ്പാർ കിട്ടും. എനിക്ക് വേണ്ട. എനിക്ക് സാധാ ചോറ്. ഇല വിരിച്ചിട്ടുള്ള സദ്യ വേണം. ഇല വിരിച്ചിട്ടുള്ള സദ്യ വേണം. അമ്പലത്തിക്ക് വിളക്കും കൂടി കത്തിച്ച കേമായി. അപ്പോൾ പരിപാടിയൊക്കെ ഉഷാറായിരുന്നു ഗൈസ്. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ സ്റ്റുഡിയോ പോയിട്ട് എടുത്തതാണ്. എങ്ങനെയുണ്ട്? ഡു കമന്റ് ചെയ്തോ ഗൈസ്. ഞാൻ പാവം മമ്മി എന്നെ വിളിച്ചിട്ടേ എന്താ മറ്റേ ഉണ്ണിയമ്മ എപ്പോഴാ വരിക, എനിക്കൊന്ന് വടക്കാഞ്ചേരി പോണായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പക്ഷെ എനിക്ക് ഇനിയിപ്പോൾ എന്താ ഞാൻ ഇനിയിപ്പോൾ ഇപ്പോഴാണ് കോളേജിലെ പ്രോഗ്രാം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയാണ് DJ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം, ഫുഡ് കഴിച്ചതിന് ശേഷം. അപ്പോൾ എന്തായാലും ഞാൻ എത്താൻ ലേറ്റ് ആവും എന്ന് വിചാരിച്ചാൽ ഞാൻ രാവിലെ ജിമ്മിന് തന്നെ പോയത്. അപ്പോൾ മമ്മി എങ്ങനെ പോവാന്നറിയില്ല, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ വയ്ക്കോടെ അവരെൻ്റെ അടുത്തേക്ക് കൊടുത്തു വെച്ച്. ഞാനും ഷൈനി 50-50 അടിക്കാന്നാട്ടോ വിചാരിച്ചു. കാരണം ഞാനും പറഞ്ഞാൽ ഫുള്ള് കഴിക്കില്ല. അവൾക്ക് അവിയൽ വേണം അത്ര. അവിയലില്ല പൊന്നാ, മനസ്സിലാക്കുന്നില്ല.
ഓക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്ക് ഒരുപാടൊന്നും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫുള്ള് ഡാൻസിലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് വീഡിയോസ് എടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം നമുക്ക് വീഡിയോസ് എടുത്താലും നമുക്ക് ഫുള്ളായിട്ട് ഇടാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് കോപ്പിറൈറ്റ്. ഇപ്പം തന്നെ ഞാനിപ്പോൾ 2, 3, 4 വട്ടമൊക്കെയാണ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, കാരണം ഫുള്ള് കോപ്പിറൈറ്റാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. പിന്നെ പരിപാടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്കൊക്കെ വയ്യാണ്ടായി, ഡാൻസ് കളിച്ച് വയ്യാതെ ലാസ്റ്റ് അച്ചു എല്ലാവരും പറഞ്ഞു നീ കുറച്ച് നേരം ഇരിക്കി. ഓക്കെ ശരി, കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും പിന്നെ അടുത്തൊരു നല്ല പാട്ട് വരുമ്പോൾ പിന്നെയും പോയി കളിക്കും. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. എന്തായാലും അടിച്ചു പൊളിച്ചു. ഓക്കെ ഗൈസ്, നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആർക്കും ചെവി കേൾക്കില്ല. അച്ചു ആർക്കും കേൾക്കില്ല. ഷാഹിന് അതെ ചെവിയൊക്കെ പണി മടക്കി. ഷാഹിന് ലച്ചുനോട് പറയാ അച്ചു ഒന്ന് വിളിക്കടാ, ചെവി കേൾക്കട്ടോ നോക്കട്ടെ. കാരണം എനിക്ക് വീഡിയോ ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, പക്ഷെ അടിപൊളിയായിരുന്നു. ഡാൻസ് കളിച്ച് വയ്യാണ്ടായി ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിച്ചിട്ട് ഒരു ശുഭനിദ്ര. സുഖനിദ്ര. എന്റെ മമ്മി എവിടെയാണാവോ? മമ്മിക്ക് ഞാൻ മെസ്സേജ്, മുഖമൊക്കെ അങ്ങനെ ചോക്കത്ത് നോക്കി ഗൈസ്. ഞാൻ വന്നു എന്ന് അറിഞ്ഞിട്ട് എത്തി നോക്കുന്നുണ്ട്. നോക്കതുപോലെ എപ്പോഴാണ് ഗൈസ് ഞാൻ എവിടെ പോയി വന്നാലും ഇതുപോലെ ഒരു നോട്ടമുണ്ട് കേട്ടോ. ഐ മീൻ മമ്മി ഉഷാറായിട്ടിരിക്കുന്ന സമയം. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടെത്തി അടി മുതൽ തല വരെ, തല വരെ ഐ എം ടയേർഡ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്ത് കാരണം ഞാന് എവിടെ പോയില്ല അറിയോ? എവിടെ പോയില്ല? എന്റെ പേഴ്സണൽ ഡ്രൈവറാണെന്നൊക്കെ പറഞ്ഞിട്ട് തണ്ടാ നടന്നാലോ? അതല്ലേ മറ്റേ ചോറിട്ടില്ല അറിയോ? ഞാൻ ഉണ്ടു നീയല്ല ഞാന് ഉണ്ടില്ല. എന്തോ ചോറുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങി. ശരി എന്നാ ബൈ, വിട്. പറ്റി ഒഴിഞ്ഞിടുന്നുണ്ട്.